നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു കാര്യമാണ്. ലോകം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പരസ്പര ബന്ധിതമാണ് എന്നതാണ് ആ പാഠം. ആദ്യം തന്നെ ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം നോക്കാം. യഥാർത്ഥത്തിൽ എന്താണ് ഹോർമുസ് കടലിടുക്ക് എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് 21 നോട്ടിക്കൽ മൈൽ വീതിയുള്ള ഒരു ജലപാതയാണിത്. ആ 21 മൈൽ വിടവിലൂടെ സമുദ്രം ഒഴുകുന്നുണ്ട്. ലോകത്തിലെ എല്ലാ എണ്ണയുടെയും 20% എല്ലാ ദിവസവും ഈ വഴിയാണ് പോകുന്നത്. ലോകത്തിലെ LNG അഥവാ ദ്രവീകൃത പ്രകൃതിവാതകവും 20% ഈ പാതയിലൂടെ പോകുന്നു. ലോകത്തിലെ വളം കയറ്റുമതിയുടെ 30%, യൂറോപ്പിൻ്റെ ജെറ്റ് ഇന്ധന വിതരണത്തിൻ്റെ 30%, പ്രതിദിനം 20.9 ദശലക്ഷം ബാരലാണ് ഈ വഴി പോകുന്നത്. ആ 21 മൈൽ വിടവ് അടയ്ക്കുക വഴി 3 രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ലോകം മുഴുവൻ ബാധിക്കുന്നു. ഇനി ആരെയൊക്കെയാണ് ആശ്രയിക്കുന്നത് എന്ന് നോക്കാം. ഹോർമുസ് വഴി ആരൊക്കെയാണ് എണ്ണ അയക്കുന്നത്? സൗദി അറേബ്യയുടെ കയറ്റുമതിയുടെ 37% ആ കടലിടുക്കിലൂടെയാണ് അയക്കുന്നത്. ഇറാഖിൻ്റെ 23%, UAEയുടെ 13%, ഇറാൻ്റെ 11% ഈ വഴിയാണ്. അതേസമയം കുവൈറ്റിൻ്റെ 10% ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നു. 5 രാജ്യങ്ങൾ ഹോർമുസ് വഴി സഞ്ചരിക്കുന്ന എല്ലാ എണ്ണയുടെയും 94% വരും. ആ എണ്ണ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ചൈന, എല്ലാ ഹോർമുസ് പ്രവാഹങ്ങളുടെയും 38% ചൈനയിലേക്കാണ് പോകുന്നത്. ഇന്ത്യ 15%, ദക്ഷിണ കൊറിയ 12%, ജപ്പാൻ 11%. ഹോർമുസ് എണ്ണയുടെ 84% ഏഷ്യയിലേക്കാണ് പോകുന്നത്. ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ 4 ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളും ഈ യുദ്ധത്തിൽ പങ്കാളികളല്ല. അവർ അതിന് വോട്ട് ചെയ്തിട്ടുമില്ല. അവരല്ല അത് ആരംഭിച്ചത്. അവരാണ് ഏറ്റവും കടുത്ത സാമ്പത്തിക ആഘാതം ഏറ്റുവാങ്ങുന്നത്. ജപ്പാന്റെ കാര്യം നോക്കാം. ജപ്പാന്റെ ഊർജ്ജത്തിന്റെ 90% ഇറക്കുമതി ചെയ്യുന്നു. എണ്ണ $100 കടന്നപ്പോൾ അവിടുത്തെ ഓഹരി വിപണിയായ നിക്കായി ഒറ്റ ദിവസം കൊണ്ട് 5%-ലധികം ഇടിഞ്ഞു. ജപ്പാനിൽ 150 ദിവസത്തെ എണ്ണ ശേഖരമാണ് ഇനി ബാക്കിയുള്ളത്. ദക്ഷിണ കൊറിയ ഗൾഫ് ഇടനാഴിയിൽ നിന്നും 70% എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. അവരുടെ ഓഹരി വിപണിയായ കോസ്പൈ 2008-ലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ തകർച്ച ഈ അടുത്ത് നേരിട്ടു. ഒരു ദിവസം കൊണ്ട് 12%-ആയിരുന്നു ഇടിവ്. 2008-ന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. യുദ്ധത്തിൽ അവർക്ക് ഒരു ബന്ധവുമില്ല. അടുത്തതായി യൂറോപ്പിൻ്റെ കാര്യം നോക്കാം. ഇറാൻ ഖത്തറിൻ്റെ ഗ്യാസ് പ്ലാന്റുകൾ ആക്രമിച്ചതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ പ്രകൃതിവാതക വില ഇരട്ടിയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ആഗോള LNG വിതരണത്തിൻ്റെ 20% ഖത്തറിൽ നിന്നും ഹോർമുസ് വഴി യൂറോപ്പിലേക്കാണ് ഒഴുകുന്നത്. ഫിഷിംഗ് കമ്പനികൾ ഇപ്പോൾ ഗുഡ് ഹോപ്പ് മുനമ്പിന് ചുറ്റും കപ്പലുകൾ വഴിതിരിച്ചു വിടുന്നു. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ 15 മുതൽ 20% വരെ അധിക ഗതാഗത ദിവസങ്ങൾ ചേർക്കുന്നു. ഓരോ അധിക ദിവസവും ഉയർന്ന ഷിപ്പിംഗ് ചെലവാണ് ഉണ്ടാകുന്നത്. ഉയർന്ന ഷിപ്പിംഗ് ചെലവ് കൂടുതൽ സാധനങ്ങളുടെ വിലവർധനയ്ക്ക് കാരണമാകുന്നു. സാധനങ്ങളുടെ വിലയേറുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തെയും ബാധിക്കുമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഹോർമുസ് വഴി പ്രതിദിനം 2.5 ദശലക്ഷം ബാരലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിലെ LNG പ്ലാന്റുകൾ പേർഷ്യൻ ഗൾഫ് ഗ്യാസ് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇനി എണ്ണയുടെയും ഭക്ഷണത്തിൻ്റെയും കാര്യം നോക്കാം. ഗൾഫ് വൻതോതിൽ നൈട്രജൻ വളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. യൂറിയ, അമോണിയ, ഫോസ്ഫേറ്റുകൾ എന്നിവയാണ് അവ. ഖത്തർ, സൗദി അറേബ്യ, UAE, ബഹ്റിൻ എന്നിവ ചേർന്ന് എല്ലാ വർഷവും 15 ദശലക്ഷം മെട്രിക് ടൺ വളമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആഗോള വളം കയറ്റുമതിയുടെ 1/3 ഹോർമുസ് വഴിയാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ബ്ലൂംബെർഗിൻ്റെ അഭിപ്രായത്തിൽ നൈട്രജൻ വളം ആഗോള ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ പകുതിയോളം വഹിക്കുന്നു. വളമില്ലാത്ത ഗോതമ്പ് വിളവ് കുറയുന്നു, ധാന്യവിളവ് കുറയുന്നു, അരി വിളവ് കുറയുന്നു. വളത്തിൻ്റെ വില ഇതിനകം തന്നെ ഉയർന്നിരിക്കുന്നത് കർഷകർക്ക് ദോഷം ചെയ്യും. യൂറിയ വില മെട്രിക് ടണ്ണിന് $516 നിന്നും 5 ദിവസത്തിനുള്ളിൽ $683 ഉയർന്നിട്ടുണ്ട്. ഗോതമ്പ് ഏകദേശം 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പാം ഓയിലിന് 10% വില ഉയർന്നു. സോയാബീനിന് വില വർദ്ധിച്ചു. ധാന്യത്തിന് വില വർദ്ധിക്കുന്നു. കർഷകർ പറയുന്നു, നൈട്രജൻ വില കുറഞ്ഞില്ല എങ്കിൽ നമുക്ക് കൂടുതൽ ഏക്കർ ബീൻസിലേക്ക് മാറേണ്ടതായി വരും. ഇത് കർഷകൻ്റെ കുറ്റമല്ല, കാരണം ലോകത്തിൻ്റെ മറുവശത്ത് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഇതാ മുഴുവൻ ശൃംഖലയും ഒന്ന് ശ്രദ്ധിക്കുക. ഇറാൻ യുദ്ധം ഹോർമുസ് വഴിയുള്ള കയറ്റുമതിക്ക് തടസ്സം നിൽക്കുന്നു. വളം കയറ്റുമതി തടയുന്നു. കർഷകരുടെ വിളപ്രയോഗങ്ങൾ കുറയുന്നു. വിളവെടുപ്പ് കുറയുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരുന്നു. കേന്ദ്ര ബാങ്കുകൾ നിരക്കുകൾ ഉയർത്തുന്നു. കടമെടുക്കൽ ചിലവുകൾ വർദ്ധിക്കുന്നു. സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാവുന്നു. നമ്മൾ എല്ലാത്തിനും കൂടുതൽ പണം നൽകേണ്ടതായി വരുന്നു. ആ ശൃംഖല 21 മൈൽ കടലിടുക്കിൽ ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ഷോപ്പിംഗ് കാർട്ടിൽ അവസാനിക്കുന്നു. ഷിപ്പിംഗ് മേഖലയെക്കുറിച്ചൊന്ന് നോക്കാം. ഇപ്പോൾ ഹോർമുസ്കിന് ചുറ്റും കുടുങ്ങിക്കിടക്കുന്ന 150-ലധികം കപ്പലുകളാണുള്ളത്. ആധുനിക ചരിത്രത്തിൽ ഒരിക്കലും ഗൾഫ് കവറേജ് റദ്ദാക്കിയിട്ടില്ലാത്ത ഇൻഷുറൻസ് കമ്പനികൾ പോലും ഇപ്പോൾ യുദ്ധ അപകട സാധ്യത കവറേജ് റദ്ദാക്കപ്പെടുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ ഹപ്പാഗ് ലോയിഡ് കണ്ടെയ്നറുകൾ യുദ്ധത്തിന് $1500 സർചാർജായി അവതരിപ്പിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട്. CMA CGM ഗൾഫ് കാർഗോയ്ക്ക് $3000 അടിയന്തര സർചാർജാണ് ഇപ്പോൾ ഈടാക്കുന്നത്. കപ്പലുകൾക്ക് ഇൻഷുറൻസ് ലഭിക്കുകയില്ല. ഇൻഷുറൻസ് ഇല്ലാതെ കപ്പലുകൾ സഞ്ചരിക്കുകയുമില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത കപ്പലുകൾക്ക് ബാങ്കുകൾ ധനസഹായവും നൽകുകയില്ല. കടലിടുക്ക് ഔദ്യോഗികമായി അടച്ചിട്ടില്ല എങ്കിൽ പോലും ഇൻഷുറൻസ് പിൻവലിക്കൽ ഒരു ഭൗതിക ഉപരോധം ചെയ്യുന്ന അതേ കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ ജബറലി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ്. ഒരു വ്യോമാക്രമണം തീപിടുത്തത്തിന് കാരണമായതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ അവിടെ നിർത്തിവെക്കേണ്ടതായി വന്നു. ലോകത്തിലെ എയർ കാർഗോ ശൃംഖലയുടെ കാര്യങ്ങളൊന്ന് നോക്കാം. എമിറേറ്റ്സ്, എത്തിഹാദ്, ഖത്തർ എയർവേസ് എന്നിവ ചേർന്ന് ആഗോള വ്യോമചരക്ക് ശേഷിയുടെ 13% വഹിക്കുന്നത്. ഇവ മൂന്നും നിലത്തിറക്കുകയോ ഗുരുതരമായി തടസ്സപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 28 മുതൽ 20,000 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. 1 ദശലക്ഷത്തിലധികം യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥ വെവ്വേറെ രാജ്യങ്ങളുടെ ഒരു കൂട്ടമല്ല, അത് പലതായി നടിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. തെളിവ് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് ചിന്തിക്കൂ. ജപ്പാനിലെയും ദക്ഷിണ കൊറിയയിലെയും ഓഹരി വിപണികൾ തകർന്നടിയുന്നു. ജർമ്മനിയിലെ പ്രകൃതിവാതക വില ഇരട്ടിയാകുന്നു. അയോവയിലെ കർഷകർക്ക് ധാന്യച്ചെലവ് വർദ്ധിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സോയാബീൻ കയറ്റുമതിക്കാരായ ബ്രസീലിലേക്കുള്ള വളത്തിന്റെ വില ഇരട്ടിയാകുന്നു. ഫിലിപ്പൈൻസ്, സബ് സഹാറൻ ആഫ്രിക്കൻ മരം എന്നിവിടങ്ങളിൽ പണപ്പെരുപ്പം കുതിച്ചുയരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയിൽ 150-ലധികം കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. 20,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നു. ഏഷ്യ, യൂറോപ്പ് ഷിപ്പിംഗ് റൂട്ടുകളിൽ 20-ലധികം ദിവസങ്ങൾ ചേർക്കുന്നു. ഒരു യുദ്ധം, ഒരു കടലെടുക്ക്, 21 മൈൽ വീതി. ലോകം മുഴുവൻ അതിന് വലിയ വില നൽകേണ്ടി വരുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.